മാർച്ച് ലാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെയിലൊക്കെ കുറച്ച് വന്നു തുടങ്ങുമേ. അപ്പം നമ്മുടെ ചെടികളൊക്കെ കുറച്ച് ഉഷാറായി തുടങ്ങി. കണ്ടോ, പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി. ഇതൊക്കെ വിൻ്ററായപ്പോൾ നല്ല രീതിക്ക് മോശമായത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അരിയിട്ട് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കഴിഞ്ഞ് കുറച്ച് പാത്രമുണ്ട്. അപ്പോൾ അതിനെല്ലാം മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഈസി ചമ്മന്തിയാണിത്. നമുക്ക് ആകപ്പാടെ വേണ്ടത് സവോള, തക്കാളി, നമ്മുടെ മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് ഉണക്കമുളകും, അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങ എടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഈസിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയിനകത്ത് സവോളയും അതേപോലെ ഉണക്കമുളകും, ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഉണക്കമുളകും, തക്കാളിയും, മിൻറ്റ് ലീവ്സും, കൊറിയാണ്ടർ ലീവ്സും, ഉപ്പും ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു 2-3 സ്പൂൺ ടേബിൾ സ്പൂൺ നമുക്ക് തേങ്ങ ചേർക്കുക, കുറച്ച് തേങ്ങ ചേർക്കുക. അതും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ, ഈസി പരിപാടിയാണ്. കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ തണുക്കാനായിട്ട് വെച്ച് ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ദോശ ഒന്ന് ചുട്ടെടുക്കാമെന്ന്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഒന്ന് അത് അരക്കാനുള്ളത് തണുത്ത് വരികയും ചെയ്യും. സംഭവം എന്താണെന്ന് പറയുക, ഇവിടെയാണ് എനിക്ക് രാവിലെ തന്നെ പണി പാളിയത്. ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് ദോശത്തവ ഒന്ന് ഹീറ്റായി വരുന്നതിന് മുന്നേ തന്നെ മാവെടുത്തൊഴിച്ച്. അപ്പം തന്നെ ഓർത്തു രാവിലത്തെ പണി കിട്ടി തുടങ്ങിയല്ല എന്ന്. നോക്കിയപ്പോൾ നല്ല ഡെക്കറേറ്റീവായിട്ടൊക്കെ പരത്തുന്നുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്താ സംഭവിച്ചതെന്ന്. എന്ത് വന്നാലും വരത്തില്ലെന്നേ. എൻ്റെ പെടാപ്പാടായിരുന്നു ഇത് മൊത്തം ഒന്ന് ചിരണ്ടി എടുക്കാനായിട്ട്. നല്ല അടിപൊളി ഒരു ഡെക്കറേറ്റീവ് പീസാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇതെല്ലാം കഴിഞ്ഞ് അത് മൊത്തം ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ എണ്ണയിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആദ്യത്തെ മാത്രമേ പാളിപ്പോയുള്ളൂ. പിന്നെ കണ്ട നല്ല അടിപൊളി ദോശ റെഡിയായി. ചമ്മന്തി അപ്പോഴേക്കും അരച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെയും വേണമെങ്കിൽ കഴിക്കാവേ, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ചേട്ടന് താളിച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് താളിച്ചേക്കാമെന്ന് വിചാരിച്ച് താളിച്ചിട്ടു. ദോശയും ഈ ചമ്മന്തിയും കൂടെ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ദോശയും ചമ്മന്തിയും കൂടെ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാവേ.